നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതിയും നന്മയും കൂടിയായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടുക്കിയിൽ LDF പ്രതിഷേധത്തിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിൽ ഗവർണർ എത്തി. ചടങ്ങിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ SFI ഗവർണറെ കരിങ്കൊടി കാട്ടി. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ശബരിമല അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പതിവ് പോലെ തന്നെ കടന്നുപോയി. ഹർത്താൽ ദിനത്തിൽ തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധക്കാരുടെ അതിക്രമവും ജീവനക്കാരുടെ നേരെ കയ്യേറ്റവും വനിതാ ജീവനക്കാർക്ക് നേരെ അസഭ്യ വർഷവും. രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതിയും നന്മയും കൂടിയായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണറുടെ സന്ദർശനത്തെ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ചിരുന്ന ഹർത്താലിന്റെയും SFI DYFI പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു പരിപാടി. തനിക്കൊരിടത്തും ഭീഷണിയില്ലെന്നും വെല്ലുവിളികളെ ഭയമില്ലെന്നും പറഞ്ഞാണ് ഗവർണർ ആലുവയിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയത്. എന്നാൽ ജില്ലാ അതിർത്തിയായ അച്ചൻകവല മുതൽ വിവിധയിടങ്ങളിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. തുടർന്ന് കനത്ത സുരക്ഷയിൽ തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമങ്ങൾ ഉറപ്പാക്കുന്നതിനും നടപ്പാക്കുന്ന പദ്ധതികൾ മാതൃകാപരമാണെന്ന് ഗവർണർ പറഞ്ഞു. വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതി കൂടിയാണെന്ന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ വ്യക്തമാകുന്നതായും ഗവർണർ സൂചിപ്പിച്ചു. മലയാളത്തിലാണ് ഗവർണർ പ്രസംഗിച്ചു തുടങ്ങിയത്. തയ്യാറാക്കി വന്ന മലയാളം പ്രസംഗം ഏതാനും മിനിറ്റുകൾ നീണ്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷം ഉണ്ട്. വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി ആരംഭിച്ച വ്യാപാരി വ്യവസായി സമിതി ഇന്ന് സംസ്ഥാനത്തെ പ്രമുഖ സംഘടന ആണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതം ആയി പ്രവർത്തിച്ച് സാമൂഹിക പ്രതിബദ്ധത പാലിക്കുക എന്ന സമിതിയുടെ ലക്ഷ്യം അഭിനന്ദനം അർഹിക്കുന്നു. കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയിലൂടെ സഹായം നൽകാനുള്ള തീരുമാനം വളരെ ഉചിതം ആണ്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതം ആയ തുളുപ്പടിയിൽ എൻ്റെ ആദ്യ സന്ദർശനം ആണ്. ഇവിടെ വരാനും നിങ്ങളെ എല്ലാം കാണാനും സാധിച്ചതിൽ സന്തോഷം ഉണ്ട്. വ്യാപാരത്തിനും വ്യവസായത്തിനും സഹായകം ആയ അന്തരീക്ഷം ഉറപ്പാക്കാൻ രാജ്യ പല പദ്ധതികളും നടപ്പാക്കി വരുന്നു. അതിൻ്റെ ഭാഗം ആയി കേരളം
luta nada pedikal ningalak sahayakum alkum ini vishwasikunu. ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറെ സന്തോഷം അറിയിച്ചാണ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ നേതാക്കൾ സംസാരിച്ചത്. When he aged 32, he was the cabinet minister of India. He was the cabinet minister of India aged 32. 32ാമത്തെ വയസ്സിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ഒരാളിനെ വെടറ്റാൻ ആര് വിചാരിച്ചാൽ കഴിയും? അത് കഴിയില്ല. ആദ്യം പറഞ്ഞു ഗവർണറെ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല ആരും തടയുന്നു. ഞങ്ങളുടെ ആളുകൾ നടന്നു പോലും പോകാൻ പറ്റില്ല. നടന്നു വരുമ്പോൾ തടയുമെന്ന് തൊടുപുഴ യൂണിറ്റിന്റെ പ്രസിഡന്റിനോട് ആരോ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആ ഉമ്മാക്കി ഒന്നും നമ്മുടെ അടുത്ത് വേണ്ട, നമ്മൾ ഇവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഏത് പാർട്ടിക്കാരും പരിപാടി നടത്തിയാലും അത് ഞങ്ങളുടെ കാശാണ്. വ്യാപാരികളുടെ വ്യവസായികളുടെ കാശ. ഒരു പാർട്ടി ഞങ്ങൾക്കെതിരെ ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത്, സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈക്ക് വെച്ച് കെട്ടി ഞങ്ങളെ ചീത്ത വയ്ക്കുന്നുണ്ടെങ്കിൽ ആ മൈക്കിന്റെ പണം നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഭയപ്പെട്ട് നിൽക്കുന്ന നിലപാടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റിന്റെ പക്ഷത്താണ്. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 900-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. നീണ്ട കരഘോഷത്തോടെയാണ് ഗവർണറുടെ സംസാരം ചടങ്ങിൽ പങ്കെടുത്തവർ ശ്രവിച്ചത്. ചടങ്ങിന് ശേഷം മടങ്ങുന്നതിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ റോഡരികിൽ നിന്ന് കൊച്ചുകുട്ടികളോടും തൊഴിലാളികളോടും സംസാരിച്ചു. ഗവർണർ ഇടുക്കിയിൽ എത്തുന്നതിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിപാടി നടന്നത്. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വന്നപ്പോഴും മടങ്ങിയപ്പോഴും വിവിധയിടങ്ങളിലായി SFI, DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. പ്രതിഷേധക്കാരെ കൈയുയർത്തി അഭിവാദ്യം ചെയ്താണ് ഗവർണർ പ്രതിഷേധക്കാർക്ക് സമീപത്തുകൂടി നടന്നുപോയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൊടുപുഴയിലും പരിസരങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിൽ LDF പ്രതിഷേധത്തിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിൽ ഗവർണർ എത്തി. ചടങ്ങിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ SFI ഗവർണറെ കരിങ്കൊടി കാട്ടി. SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം പോലീസ് തടയാൻ തയ്യാറായില്ല. പ്രതിഷേധിക്കാൻ എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയുമില്ല. പ്രതിഷേധക്കാർക്ക് പ്രസംഗത്തിനിടെ മറുപടി നൽകി ഗവർണർ. ഇതിലും വലിയ ഭീഷണികൾ താൻ കണ്ടിട്ടുണ്ടെന്നും ജീവിതകാലത്ത് 5 തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ടെന്നും ഭയപ്പെടാത്ത ആളാണ് താനെന്നും ഗവർണർ പറഞ്ഞു. ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ നടന്നതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. നിരവധി ഭാരതന്മാർ വളർത്താമെന്ന് സ്വപ്നം കാണേണ്ട. ഇത് ഗുജറാത്തല്ല, ചെങ്കൊടി വാഴും കേരളമാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ആരിഫ് ഖാൻ ഗവർണറായ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും. RSS നിക്കറിട്ട് ഓ പുല്ലേ പോടാ പുല്ലേ പോടാ പുല്ലേ ആരിഫ് ഖാനെ DYFI പറയുന്നു. പ്രതിഷേധം. വഴിയിൽ തടയാനോ അയാളുടെ മാർഗം തടസ്സപ്പെടുത്താനോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഈ ജനതയുടെ വികാരം എന്ത് എന്ന് അയാൾ ഉൾക്കൊള്ളണം. ഈ ജനതയുടെ ജീവിതമാണ് അയാളുടെ മുമ്പിലിരിക്കുന്ന ആ ബില്ലിൽ ഒപ്പുവെക്കാത്തതിന് അയാൾ തടസ്സപ്പെടുത്തുമെന്ന് അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. DYFIയുടെയും SFIയുടെയും മറ്റ് പൊതുജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആ പ്രതിഷേധമാണ് നമ്മളോട് ഉയർത്തിയത്. അതിനെ പരിഹസിക്കാനാണ് ആരും പോകാൻ തയ്യാറാവുന്നതെങ്കിൽ, അതിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇയാൾക്ക് RSSന്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവർണർ രാജാവല്ല, ഇത് രാജ
രാജ്യഭരണം നിലനിൽക്കുന്ന ഒരു നാടുമല്ല. ഇത് ജനാധിപത്യ കേരളമാണ്. ദിവാൻ ഭരണത്തിന്റെ കറുത്തു മാറ്റിയ ജനാധിപത്യ കേരളത്തിന്റെ മണ്ണിറങ്ങിയതുകൊണ്ട് ഞാൻ രാജാവാണെന്ന് ആര് പ്രഖ്യാപിച്ചാലും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത നട്ടലിലുള്ളൊരു ജനതയാണ് ഈ നാട്ടിലുള്ളതെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയിലേക്കുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിന്റെ ചൂടെന്താണെന്നുള്ളത് ഈ ജില്ലയിൽ കാലുകുത്തിയ നിമിഷം മുതൽ അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഇയാൾക്ക് നല്ല ചികിത്സ കൊടുത്ത് ഇദ്ദേഹത്തിന്റെ മനോനില സാധാരണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ സാധാരണ മനോനില ഒരു മനുഷ്യൻ പെരുമാറുന്ന നിലയിലേക്കല്ല പെരുമാറുന്നത്. കോതമംഗലം ഏരിയ കനുവാൻ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ടൗൺ UP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കനുവ ഏരിയ പ്രസിഡന്റ് സാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KK വർഗീസ് സ്വാഗതവും ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് മെഡിക്കൽ സന്ദേശവും നൽകി. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ, മുനിസിപ്പൽ കൗൺസിലർ KV തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ തോതിലുള്ള ഒരു കരുതൽ, ഒരു പരിഗണന കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ പ്രതീക്ഷകളും, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് 4 ചുവരുകൾക്കുള്ളിൽ നിരാശപ്പെട്ട് കഴിയുന്നവരുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, നഴ്സുമാരടക്കം ആരോഗ്യ പ്രവർത്തകരടക്കം ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പീരുമേട് താലൂക്കിൽ മേഖലയിൽ ഭാഗികം. ശബരിമല അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പതിവ് പോലെ തന്നെ കടന്നുപോയി. ഹർത്താൽ അനുകൂലികൾ വഴിതടയലുമായി രംഗത്തെത്തിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നിരുന്നു. ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ലെങ്കിലും ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തുകളിൽ സജീവമായിരുന്നു. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഗവർണർ തുരങ്കം വെക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തൊടുപുഴയിലെത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി ജില്ലയിലെ പ്രവേശനത്തിനെതിരെ LDF ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ പീരുമേട് താലൂക്കിൽ ഭാഗികമായിരുന്നു. പ്രധാനമായും ശബരിമല തീർത്ഥാടകരുടെ പാതയായതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ വാഹനവും ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തി. തോട്ടം മേഖല സാധാരണഗതിയിൽ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ കടക്കമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്ന കാഴ്ചയാണ് പീരുമേട്ടിൽ കാണുവാൻ കഴിഞ്ഞത്. KSRTC ബസ് സർവീസ് നടത്തിയിരുന്നു. ഒപ്പം ശബരിമല തീർത്ഥാടകർക്കായി സത്രത്തിലേക്കുള്ള KSRTC സർവീസും ഉണ്ടായിരുന്നു. എന്നാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയതുമില്ല. ഇതേസമയം തന്നെ സമരക്കാരോ സമര അനുകൂലികളോ ഒന്നും തന്നെ വാഹനങ്ങൾ തടയുന്നതിനായി നിരത്തിൽ ഇറങ്ങിയതുമില്ല. ഇതേസമയം ഹർത്താലിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളായ വ്യാപാരികൾ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പൂർണ്ണമായും കടകൾ അടഞ്ഞുകിടക്കുകയാണ് ഉണ്ടായത്. പീരുമേട് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ സ്ഥാപനങ്ങളും തുറന്നില്ല. ഇതേസമയം പെട്രോൾ പമ്പ്, പാൽ, പത്രം എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്തായാലും LDF ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ താലൂക്കിൽ ഭാഗികമായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിനും കമ്മിറ്റി രൂപീകരണവും നടത്തി. ഇഞ്ചൂർ അമ്പലപ്പടിയിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടിയിലേക്ക് കടന്നുവന്ന പുതിയ അംഗങ്ങളെ അദ്ദേഹം തൊപ്പിവെച്ച് സ്വീകരിച്ചു. ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെയും കമ്മിറ്റി രൂപീകരണത്തിന്റെയും ഉദ്ഘാടനം ഇഞ്ചൂർ അമ്പലപ്പടിയിൽ ജില്ലാ പ്രസിഡന്റ് സാജു പോൾ നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അധ്യക്ഷനായി. പാർട്ടിയിലേക്ക് കടന്നുവന്ന പുതിയ അംഗങ്ങളെ അദ്ദേഹം തൊപ്പിവെച്ച് സ്വീകരിച്ചു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായി വളർത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയിൽ വിഭവങ്ങളുണ്ട് എന്നൊരു തെളിവാണ്. ഇന്ത്യയുടെ വിഭവങ്ങൾ ഏതാനും വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും അതിദാരിദ്ര്യം നിലനിൽക്കുന്നു എങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾ ഇക്കാലം അത്രയും നമുക്ക് വേണ്ടിയല്ല ഭരിച്ചത്, മറിച്ച് മറ്റാർക്കോ വേണ്ടിയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇന്ത്യ ദരിദ്രമാകുമ്പോൾ 2014 മോദി അധികാരത്തിലേറുമ്പോൾ വെറും 54 ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയുടെ പൊതുകടമെങ്കിൽ ഇന്ന് 125 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യയിലെ വ്യവസായ പ്രമുഖർ സാമ്പത്തികമായി വളരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഭരണം ഇന്ത്യക്ക് വേണ്ടിയാണോ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് തിരിച്ചറിയേണ്ടത്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തൃശൂർ വന്നുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മോദീസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കുറെ ഗ്യാരണ്ടികൾ നൽകിയിരുന്നു. ഈ 2014
ഇന്ന് പെട്രോൾ എത്ര രൂപയ്ക്കാണ് ലഭിക്കുന്നത് നമുക്കറിയാം. 250 രൂപയ്ക്ക് ഗ്യാസ് ആയിരുന്നു. ഇന്ന് ഗ്യാസിന്റെ വില എത്രയായിരുന്നു എന്നറിയാം. 2014 450 രൂപ മാത്രം ഉണ്ടായിരുന്ന ഗ്യാസിന്റെ വില 250 രൂപ നിരക്കിൽ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഭരണാധികാരികൾ കഴിഞ്ഞ 9 വർഷം 10 വർഷം തികയാൻ പോകുമ്പോൾ അതിന്റെ വില എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയും. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബോസ് KC പ്രസിഡന്റ്, പിയേഴ്സൺ K ഐസക് സെക്രട്ടറി, വിൽസൺ പോൾ ട്രഷറർ, ജെയിംസ് വൈസ് പ്രസിഡന്റ്, സജി T വർഗീസ് ജോയിന്റ് സെക്രട്ടറി, ബേസിൽ വർഗീസ് യൂത്ത് വിംഗ്, പ്രണവ് ബിജുലാൽ സ്റ്റുഡൻസ്, രവി ഇഞ്ചൂർ RTI, ബിജുലാൽ കിസാൻ വിംഗ്, ബിജു കുര്യാക്കോസ് ട്രേഡ്, സോളമൻ AV ലേബർ വിംഗ്, ബിനോൾ വർഗീസ് ട്രെയിനിംഗ്, ആരോമൽ AS സോഷ്യൽ മീഡിയ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. നിരവധി ആം ആദ്മി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കൗൺസിൽ അംഗം എൽദോ പീറ്റർ, നിയോജകമണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ, ട്രഷറർ സുരേഷ് പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. ബാബു പിച്ചാട്ട് സ്വാഗതവും പിയേഴ്സൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സുരക്ഷാ ഭടന്മാരെയും പോലീസിനെയും ഞെട്ടിച്ചും പ്രതിഷേധക്കാരെ അവഗണിച്ചും റോഡിലിറങ്ങി ഗവർണർ. മർച്ചന്റ് ട്രസ്റ്റ് ഹാളിലെ ചടങ്ങിന് ശേഷം മടങ്ങുന്നതിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ റോഡിനരികിൽ നിന്ന കൊച്ചുകുട്ടികളോടും തൊഴിലാളികളോടും സംസാരിച്ച ശേഷമാണ് ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങി പ്രവർത്തകരുടെ സ്വീകരണം സ്വീകരിക്കുന്നതാണ് കണ്ടത് BBC ന്യൂസിലൂടെ. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നിന്നും പുറത്തിറങ്ങിയ വഴി അദ്ദേഹം പുറത്തു കാത്തു നിന്ന പ്രവർത്തകരെ ആശ്ലേഷിക്കുന്ന രംഗങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടത്. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഹർത്താൽ ദിനത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധക്കാർ അതിക്രമവും ജീവനക്കാരുടെ നേരെ കയ്യേറ്റവും വനിതാ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷവും നടത്തിയതായി പരാതി. ആക്രമണത്തിൽ ശ്വാസതടസ്സം നേരിട്ട പോസ്റ്റൽ ഇൻസ്പെക്ടർ സന്തോഷ് ജേക്കബ് പ്രാഥമിക ചികിത്സ നേടി. ഹർത്താൽ ദിനത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധക്കാരുടെ അതിക്രമവും ജീവനക്കാരുടെ നേരെ കയ്യേറ്റവും വനിതാ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷവും നടത്തിയതായി പരാതി. ഉച്ചയ്ക്ക് 1 മണിയോടെ 15 ഹർത്താൽ അനുകൂലികൾ പോസ്റ്റ് ഓഫീസിലേക്ക് ഇരച്ചുകയറുകയും വനിതാ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും ചെടിച്ചട്ടികൾ വലിച്ചെറിയുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു എന്ന് പോസ്റ്റൽ ഇൻസ്പെക്ടർ സന്തോഷ് ജേക്കബ് പറഞ്ഞു. 1:10 കൂടെ ആണ് അക്രമകാരികളടങ്ങുന്ന സംഘം ഇവിടെ വന്നത്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഇവിടെ ലേഡി സ്റ്റാഫ് അടക്കമുള്ളവർ, പോസ്റ്റ് മാസ്റ്റർ ഒരു സ്ത്രീയാണ്. അപ്പം വളരെ അധിക്ഷേപകരമായിട്ട് എല്ലാവരോടും സംസാരിച്ച് ഭീഷണിപ്പെടുത്തി. തുടർന്നൊരു 15 പേരോളം അടങ്ങുന്ന സംഘം ഇരച്ചു കയറി മുകളിലും താഴെയായിട്ട് 2 ബിൽഡിങ്ങിലായിട്ട് ഇരച്ചു കയറി വന്ന് ഞങ്ങളെ ഫോഴ്സ് ചെയ്ത് അവരെന്നിട്ട് പിന്നെ നിർബന്ധമായിട്ട് ഇപ്പം തന്നെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം പോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ സാറിനോട് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഈ പോസ്റ്റ് ഓഫീസിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊക്കെ എല്ലാം ക്ലോസ് ചെയ്ത് ഷിഫ്റ്റിൻ്റെ മൊഡ്യൂളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് പോലും അവർ അനുവദിക്കാതെ അവരിപ്പോൾ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളിലൊക്കെ തട്ടി, അതുപോലെ ചെടിച്ചട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ കാണാം. ഒരു ചെടിച്ചട്ടിയൊക്കെ അവിടെ തകർത്തിട്ടിട്ടുണ്ട്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സ്ത്രീകളെയൊക്കെ ആക്രോശിച്ച് അവരെ പുറത്താക്കി. അപ്പം ഞങ്ങളെ വാതിലടയ്ക്കണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ഞങ്ങളെ തള്ളി പുറത്താക്കിയപ്പോൾ ഞങ്ങളെ പോസ്റ്റൽ സൂപ്രണ്ടിൻ്റെ, ഞാൻ പോസ്റ്റ് ഇൻസ്പെക്ടറാണ്, അപ്പം ഞാനാണ് തൊടുപുഴ സബ് ഡിവിഷൻ്റെ ഓഫീസുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള അതോറിറ്റി.
അപ്പോൾ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങളുടെ സൂപ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞ് കൺസെൻറ്റ് മേടിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പോസ്റ്റൽ സൂപ്രണ്ടിനെ വിളിക്കുമ്പോൾ ഇവർ പോലീസിനെ വിളിക്കുവാണെന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ പാനടിക്കുകയാണ് ചെയ്തത്. അതിലൊരു കറുത്ത വണ്ണമുള്ള ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തി. എനിക്ക് നല്ല ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. വേറെ 2 പേര് നിന്ന് എന്നെ വലിച്ച് എന്നെ ഇടിക്കാൻ ശ്രമിച്ചു. വേറൊരാൾ എൻ്റെ ID കാർഡ് പിടിച്ച് തട്ടിപ്പറിച്ച് അത് കൈവശമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ പേര്, പിന്നെ അതിലൊരു നേതാവ് പെട്ടെന്ന് ഓടി വന്ന് അവരെ പിടിച്ചകറ്റാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് വന്ന് കാര്യങ്ങൾ എന്നിട്ട് ഇങ്ങനെ അവരെ കൺട്രോൾ ചെയ്തത്. അക്രമകാരികൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുവാനുള്ള സമയം പോലും നൽകാതെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് മറ്റ് ജീവനക്കാരും പറഞ്ഞു. അന്തരീക്ഷം അവർ പറഞ്ഞ് പോസ്റ്റ് മാസ്റ്ററുമായിട്ട് ഒന്ന് കൺഫൈൻ ചെയ്തിട്ട് ജസ്റ്റ് പുറത്തോട്ട് സഡൻലിയാണ് വരുന്നത്. 10-15 പേര് ഒരു ഗുണ്ടാ സംഘം പോലെയുള്ള ആളുകൾ വന്നിട്ട് പെട്ടെന്ന് അടച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന് ഹർത്താലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളിതിനെക്കുറിച്ചൊന്നും ബോധമായിട്ടല്ല, ഇത് ഗവൺമെൻറ് ഓഫീസാണ്, 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളെ ഇന്നുവരെ ഉണ്ടാവാത്തൊരു സംഭവം ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു അന്താളിപ്പായിപ്പോയി. സാറിനെ കയറി പിടിച്ച് അറ്റാക്ക് ശരിക്കും ചെയ്യുന്ന ഒരു അനുഭവം കൂടെ വന്നു. അപ്പം പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നതിന് മുൻപ് തന്നെ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് സാറിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചത്. ശരിക്കും ഞാനവിടെ ഐ വിറ്റ്നസ്സാണ്, ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ്. അപ്പം ഇതാണ് സംഭവിച്ചത്. ആക്രമണത്തിൽ ശ്വാസതടസ്സം നേരിട്ട പോസ്റ്റൽ ഇൻസ്പെക്ടർ സന്തോഷ് ജേക്കബ് പ്രാഥമിക ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കും ധൂർത്തിനുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കും ധൂർത്തിനുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. 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 കത്തട്ടെ 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 പിണറായി വിജയൻ കത്തട്ടെ. പിണറായി വിജയൻ കത്തട്ടെ. കത്തട്ടെ 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 പിണറായി വിജയൻ കത്തട്ടെ. പിണറായി വിജയൻ കത്തട്ടെ. കത്തട്ടെ 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 ആളി ആളി കത്തട്ടെ ആളി ആളി കത്തട്ടെ. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. പ്രിയങ്കരനായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി ഇന്ന് വീട്ടിൽ കയറി വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ്. സമരം കഴിഞ്ഞ് ഏകദേശം 18-20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതാദ്യമായിട്ടല്ല. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് തെരുവിൽ ഇറങ്ങാതെയോ അല്ലെങ്കിൽ ഭയപ്പെട്ട് കയറിയിരിക്കുമോ എന്ന് പിണറായി വിജയൻ മനക്കോട്ട കെട്ടണ്ട എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഒരു തീയായി മാറി ഈ നാട് ചുട്ടരിക്കാൻ ഞങ്ങൾക്കൊരു പാടുമില്ല. ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാൽ ഇരച്ചു കയറി ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും യൂത്ത് കോൺഗ്രസിന് ഒരു മടിയുമില്ല. പക്ഷേ ഈ നാടിന്റെ സമാധാനം, ഈ നാടിന്റെ നന്മ, അതുകൊണ്ട് മാത്രം
ജനാധിപത്യ സമരങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. യൂത്ത് കോൺഗ്രസിനെ അതിന് മുതിർത്തരുത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണം. DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം, INTUC റീജിയണൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, TCC മെമ്പർ KM ഷാജഹാൻ, KSU സംസ്ഥാന സെക്രട്ടറി അസ്ലം ഓലിക്കൽ, ജോസുകുട്ടി ജോസ്, ഷാനു ഷാഹുൽ, അൽതാഫ് സുധീർ, അബിൻ ജോയ്, റഹ്മാൻ ഷാജി, എബി ജോർജ്, അഷ്കർ ഷമീർ എന്നിവർ പ്രസംഗിച്ചു. പീരുമേട് താലൂക്കിൽ എയിംസ് ആശുപത്രി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിന്മേൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ NK ഓസ തുടർ നടപടികൾ സ്വീകരിച്ചതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. രാജ്യത്തെ മുൻനിര ആശുപത്രിയും വൈദ്യശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രവുമായ എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് ആവശ്യമുന്നയിച്ച് നിവേദനം സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്മേൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ NK ഓസ തുടർ നടപടി സ്വീകരിച്ചു. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ധനമന്ത്രാലയത്തോട് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നാളിതുവരെയും കേരളത്തിന് എയിംസ് അനുവദിച്ചിട്ടില്ല. അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റിൽ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിൽ സ്ഥാപിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് നിവേദനം നൽകിയതെന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റിൽ എയിംസ് ആശുപത്രി കേരളത്തിൽ നൽകണമെന്നും അങ്ങനെ നൽകിയാൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിലാണ് സ്ഥാപിക്കേണ്ടത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരുമാണ് ഏറെ അധിവസിക്കുന്നത്. എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ഭൂമിയുമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേരള സർക്കാരിനും നിവേദനം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ എയിംസ് അനുവദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നേരത്തെ നടപടി ആരംഭിച്ചിരുന്നു. ഇതിനായി വ്യവസായ വകുപ്പിന്റെ 200 ഏക്കർ സ്ഥലം ലഭ്യമാക്കുമെന്നും സ്ഥലം തയ്യാറാണെന്ന് അറിയിച്ച മുഖ്യമന്ത്രി നേരത്തെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന പീരുമേട് താലൂക്കിൽ ഏക താലൂക്ക് ആശുപത്രി മാത്രമാണുള്ളത്. ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികൾ, വ്യാപാരികൾ, കർഷകർ, ചെറുകിട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. നിലവിലെ ആശുപത്രിയിൽ മികച്ച രീതിയിൽ ചികിത്സയില്ലാത്തതിനാൽ 100 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്നത്. കേരളത്തിന് നൽകുന്ന എയിംസ് ആശുപത്രി പീരുമേട് താലൂക്കിൽ സ്ഥാപിച്ചാൽ നിരവധി തൊഴിലാളികളടക്കം വ്യാപാരികൾ, കർഷകർ എന്നിവർക്ക് മികച്ച ചികിത്സ എയിംസ് എത്തുന്നതോടെ ലഭിക്കും. താലൂക്കിൽ ആവശ്യമായ സർക്കാർ ഭൂമിയുണ്ടെന്നും 11/31 സർവേ നമ്പർ പ്രകാരം 1000 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി ഉപയോഗശൂന്യമായി നിലവിലുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. ആം ആദ്മി പാർട്ടി കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നവരാഷ്ട്രീയ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റോയി മരോട്ടിക്കൽ നേതൃത്വം നൽകിയ യാത്ര തൊമ്മൻകുത്തിൽ നിന്ന് ആരംഭിച്ചു. പാർട്ടിയിലെ മുതിർന്ന നേതാവ് കോശ്ശേരിയിൽ ബേബി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്ത് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കരിമണ്ണൂർ ടൗണിൽ നിന്ന് സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നവരാഷ്ട്രീയ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റോയി മരോട്ടിക്കൽ നേതൃത്വം നൽകിയ യാത്ര തൊമ്മൻകുത്തിൽ നിന്നും ആരംഭിച്ചു. പാർട്ടിയിലെ മുതിർന്ന നേതാവ് കോശ്ശേരിയിൽ ബേബി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്ത് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റോബിൻസ്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജാസിൽ കെ ഫിലിപ്പ്, റോബർട്ട് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് റാലി മുളപ്പുറം, കോട്ടക്കവല, ആനിക്കുഴ, നെയ്ശ്ശേരി, നെയ്ശ്ശേരിക്കവല, ഹൈസ്കൂൾ കവല, പന്നൂർ, തേക്കിൻകൂട്ടം, മാരാമ്പാറ, ഏഴുമുട്ടം, കുറുമ്പാലമറ്റം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് കരിമണ്ണൂർ ടൗണിൽ എത്തിച്ചേർന്നു. ഓരോ സ്ഥലങ്ങളിലും പാർട്ടിയുടെ ആശയങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റോയി മരോട്ടിക്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ, നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ റോബിൻസ്, അഭിലാഷ് ബഷീർ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജാസിൽ കെ ഫിലിപ്പ്, റോബർട്ട് എന്നിവർ സംസാരിച്ചു. കരിമണ്ണൂർ ടൗണിൽ നടന്ന സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ
ആം ആദ്മി പാർട്ടിക്ക് സ്പേസ് ഉണ്ടോ? ഒരു ചോദ്യമാണ്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പാർട്ടി വടക്കേ ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരു പാർട്ടിയല്ലേ, അത് ഇവിടെ വേര് പിടിക്കുമോ? സംശയമാണ് ജനങ്ങൾക്ക്. എന്നാൽ ഞാൻ പറയുന്നു, യാതൊരു സംശയവും വേണ്ട. ആം ആദ്മി പാർട്ടി കേരളത്തിൽ വിത്തുപാകിക്കഴിഞ്ഞു. വളവും വെള്ളവും അതിന്റെ പ്രവർത്തകർ ഒഴിക്കാൻ തുടങ്ങി. അത് വളരും. അതിലെ ആദ്യത്തെ മുട്ട് ആണ് കരിങ്കുന്നം പഞ്ചായത്ത് നെടിയങ്ങാട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തരായ എതിരാളികളെ ഇന്ന് വരെ ഒരു പാർട്ടിക്ക് പോലും, അതായത് UDF അല്ലാതെ വേറെ ഒരു പാർട്ടിക്ക് പോലും വിജയിക്കാൻ കഴിയാതെ ഇരുന്ന ഒരു വാർഡിലെ ഉജ്ജ്വല വിജയം കാഴ്ചവെക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ കേരളത്തിൽ മാറ്റം കണ്ടു തുടങ്ങി എന്നതിന്റെ സൂചനയാണത്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. എന്തിനു മാറി ചിന്തിക്കണം? എന്താണ് മാറ്റം സാധ്യമാണ്? മാറേണ്ടത് നമ്മളാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമാണ്. എന്തിനു വേണ്ടിയാണ് മാറേണ്ടത്? അതിന്റെ ഉത്തരം തേടി നമുക്ക് വേറെങ്ങും പോകണ്ട. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കതിന് മറുപടി കിട്ടും. ആ മാറ്റം ആവശ്യമാണ് കേരളത്തിൽ. കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റോയ് മരോട്ടിക്കൽ അധ്യക്ഷനായി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടിയുടെ കരിമണ്ണൂരിലെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നയവിശദീകരണം പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ നടത്തി. കരിങ്കുന്നത്ത് മിന്നും വിജയം നേടി പാർട്ടിക്ക് പുത്തൻ ഉണർവേകിയ കരിങ്കുന്നത്തെ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർ ബീന കുര്യനെ സമ്മേളനത്തിൽ ആദരിച്ചു. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടത്തിൽ, സെക്രട്ടറി മായ ബാബു, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സിറിൽ ജോസഫ്, വൈസ് പ്രസിഡന്റ് ജാസിൽ കെ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കൗൺസിൽ അംഗം പ്രദീപ് പോൾ, ജില്ലാ മീഡിയ ടീം പ്രസിഡന്റ് സച്ചിൻ ജോർജ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ അഭിലാഷ് ബഷീർ, നിഷാദ് ചെത്തിക്കോട്, കരിങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജിയോ, തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി റൂബി, ട്രഷറർ ബാബു, ഉടുമ്പന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാജു എന്നിവർ സന്നിഹിതരായിരുന്നു. നിയോജക മണ്ഡലം മീഡിയ കമ്മിറ്റി പ്രസിഡന്റ് സജി, കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഉണ്ണി, ട്രഷറർ എബി പാറത്താഴം, പഞ്ചായത്ത് കൗൺസിൽ അംഗങ്ങളായ ജോയി മുരിങ്ങമറ്റം, ഷിജോ, ലിജോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള സർവീസ് പെൻഷൻ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ അടിമാലിയിൽ നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 39ാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഈ മാസം 10, 11 തീയതികളിൽ അടിമാലിയിൽ നടക്കുന്നത്. അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. സ്വാഭാവികമായും ഈ സർക്കാരിനോടുള്ള, ഈ പെൻഷൻകാരോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാടിനെതിരെയുള്ള പ്രതിഷേധം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിസ്തർക്കമാണ്. 15 തീയതി രാവിലെ 9:30 പെൻഷൻകാരുടെ വൻപിച്ച പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനം ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യപ്രഭാഷണം DCC പ്രസിഡന്റ് CP മാത്യു നിർവഹിക്കും. മുഖ്യ അതിഥിയായി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ സംബന്ധിക്കും. വ്യാഴാഴ്ച രാവിലെ 9:30 പ്രകടനത്തോടുകൂടി സമ്മേളന പരിപാടികൾ ആരംഭിക്കും. സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ മുഖ്യ അതിഥിയായിരിക്കും. സ്വാഗത സംഘം ചെയർമാൻ ബാബു P. കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും TM ജോയ്, PK ഷാജി, AL പാപ്പച്ചി, റോയ് സെബാസ്റ്റ്യൻ, അൽഫോൺസ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതിയും നന്മയും കൂടിയായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടുക്കിയിൽ LDF പ്രതിഷേധത്തിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിൽ ഗവർണർ എത്തി. ചടങ്ങിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ SFI ഗവർണറെ കരിങ്കൊടി കാട്ടി.
ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ശബരിമല അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പതിവ് പോലെ തന്നെ കടന്നുപോയി. ഹർത്താൽ ദിനത്തിൽ തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധക്കാരുടെ അതിക്രമവും ജീവനക്കാരുടെ നേരെ കയ്യേറ്റവും വനിതാ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷവും. രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.